ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴയുള്ളൊരു ദിവസത്തെ എൻ്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് മറ്റു ചില വിശേഷങ്ങളൊക്കെയാണ് പറയാനുള്ളത്. വിശേഷങ്ങൾ എന്നല്ല, മറ്റു ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ഈ ദിവസങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ചിന്തകളിലേക്ക് കയറി വരുന്ന ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല കേട്ടോ വിഷയം. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു എത്ര പെട്ടെന്നാണ് ഈ മെയ് മാസം കടന്നുപോയെന്ന്. മെയ് മാസം മാത്രമല്ല, ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും വളരെ വേഗം കടന്നു പോകുന്നതായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. തിരക്കായിട്ടുള്ളൊരു സമയങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ ആണോ അതോ കടന്നു പോകുന്ന സമയങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാത്തതിൻ്റെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നിരുന്നാലും എനിക്ക് അങ്ങനെയൊക്കെ തോന്നുക. ഞാനിങ്ങനെ കുറച്ച് സമയം വെറുതെ ഇരിക്കാൻ കിട്ടിയപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2024 ഡിസംബറിൽ അല്ലെങ്കിൽ 2025 ജനുവരി ഒരു തുടക്ക സമയത്ത് ഞാൻ പല തീരുമാനങ്ങളും പല കാര്യങ്ങൾ ഈ വർഷം ചെയ്യണം, പല നേട്ടങ്ങൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അതിൻ്റെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഞാൻ തുടക്കം കുറിച്ചു അല്ലെങ്കിൽ എവിടം വരെ ഞാൻ എത്തി എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. ആലോചിച്ച് നോക്കിയപ്പോൾ സമയം പോയി. ഇപ്പോൾ 2025 6-ാം മാസം ജൂണിലേക്ക് കടക്കാറായി. അതായത് പകുതി വർഷം തീരാറായി. പക്ഷെ പല കാര്യങ്ങളിലേക്കും കടന്നിട്ട് പോലുമില്ല. കടന്നിട്ടുള്ള ചില കാര്യങ്ങൾ മികച്ചതാക്കാൻ സാധിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ തോന്നുക. അപ്പോൾ ഇനി ഇങ്ങനെ നിസ്സാരമായിട്ട് നീങ്ങിയാൽ ശരിയാവില്ല. കുറച്ചും കൂടെ ബെറ്ററായിട്ടുള്ളൊരു രീതിയിലേക്ക് മാറണം എന്നെനിക്കിങ്ങനെ തോന്നുമായിരുന്നു. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഇതിപ്പോഴെങ്കിലും തോന്നി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ളൊരു നല്ല ടൈമിംഗ് ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കെന്തോ പറയാൻ തന്നെ വാക്കുകൾ വരെ കിട്ടുന്നില്ല. എൻ്റെ പോലെയുള്ള ഈ ഒരു ചിന്താഗതിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ കേൾക്കുന്നുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഈ വീഡിയോ അങ്ങനെ ആരെങ്കിലും കേൾക്കുകയാണ് അല്ലെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് യോജിപ്പുണ്ട് അല്ലെങ്കിൽ ശരിയാണ് എന്ന് തോന്നുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്കിടയിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഒരുപാട് സന്തോഷകരമായിരിക്കും കേട്ടോ. എൻ്റെ വീഡിയോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് അറിയുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമായിരിക്കും. ഓക്കെ, എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വർഷം ഒരുപാട് കാര്യങ്ങൾ ഒന്നും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ, എന്നാൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഞാൻ വേണമെന്ന് വിചാരിച്ചിരുന്നത്. അതിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, എൻ്റെ സ്റ്റഡീസിൽ കുറച്ച് കാര്യങ്ങളിലൊക്കെ മാറ്റം കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ സെൽഫ് കെയർ, പിന്നെ വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത് എൻ്റെ യൂട്യൂബ് ചാനൽ, പിന്നെ ഡ്രൈവിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വർഷത്തേക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്തുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അതിലെനിക്ക് തോന്നുന്നു മെയിനായിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെയായിരിക്കും. എന്തുകൊണ്ടോ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ഇപ്പോഴാണ് എനിക്കതിന് സാധിച്ചത്. അറിയത്തില്ല എത്രത്തോളം ഈ ചാനൽ വിജയപ്രദമാക്കാൻ സാധിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഈ വീഡിയോസൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമോ, ഈ ചാനൽ എത്രത്തോളം വളരും എന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേസ്, എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ജേണിയെക്കുറിച്ചൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. എനിവേസ്, ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഓരോ ചെറിയ വീഡിയോസാണെങ്കിലും ഇതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട്. പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ യൂട്യൂബിന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിലെ കുറച്ച് ഭാഗങ്ങൾ പകർത്താനോ അതിന് വേണ്ടി കുറച്ച് ടൈം നല്ല രീതിക്കൊന്ന് സ്പെൻഡ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റാത്തതാണോ അല്ലെങ്കിൽ പറ്റിയിട്ടും
പല സാഹചര്യങ്ങളിലും ഒരു മാറ്റിവെക്കൽ കാരണം അല്ലെങ്കിൽ ഒരു മടി കാരണം വേണ്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടത്താൻ സാധിക്കാത്തതാണോ എന്നറിയത്തില്ല. അപ്പോൾ ചാനൽ തുടങ്ങിയെങ്കിലും അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെറ്റർ വേർഷനായിട്ടുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ സ്റ്റഡീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് പഠിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യം. അപ്പോൾ ഇനിയും അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വൈകിപ്പോയി എന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് ഇനി ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഉള്ള ഒരു അച്ചടക്കം, അത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തണമെന്ന് തോന്നുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണെങ്കിലും ഈ വർഷം പകുതിയായിട്ടും എനിക്കതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പറ്റാത്തതായിട്ട് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും ഈ വർഷം തീരുന്നതിനിട്ട് ഇനിയും സമയമുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് അതിലേക്ക് എത്തിച്ചേരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നോടൊപ്പം എല്ലാവരും അങ്ങനെ വിചാരിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കടന്നുപോയ വഴിയിൽ എൻ്റെ ഡ്രൈവിംഗ് ജേണി, അതും ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ ഒരു കഥ തന്നെ പറയാനുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് സ്റ്റോറിയൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം എനിക്ക് ഒന്ന് വണ്ടി ഓടിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക്. അതിലെനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചൊരു വലിയ നേട്ടം അത് തന്നെയായിരിക്കും. അതായത് ഞാനിപ്പോൾ അത്യാവശ്യം 2 വീലർ വലിയ കുഴപ്പമില്ലാതെ, അതായത് എൻ്റെ ആവശ്യങ്ങൾക്ക് എനിക്കൊന്ന് പോയി വരാത്തക്ക രീതിയിൽ 2 വീലർ എടുത്ത് പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാധിച്ചു എന്നതാണ് എനിക്ക് ഈ വർഷം ഏറ്റവും സന്തോഷം തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്. അത് ഞാൻ അച്ചീവ് ചെയ്തു. ഒരുപാട് എന്താ പറയുക, മനസ്സിൽ ആഗ്രഹിച്ചും അതിനുവേണ്ടി ഒത്തിരി പ്രയത്നിച്ചിട്ടുമൊക്കെയാണ് എനിക്കതിന് സാധിച്ചത്. ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. അതുപോലെ തന്നെ ഇനി എനിക്ക് 4 വീലറാണെങ്കിലും എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിലേക്ക് ഈ പറഞ്ഞ കണക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ വർഷം തന്നെ എനിക്ക് 4 വീലർ ഡ്രൈവ് ചെയ്യാനായിട്ട്, നന്നായിട്ട് കോൺഫിഡൻ്റായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ അതിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങണം എന്നാണ് ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം. പിന്നെ തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്. അതായത് ഞാൻ ചെറിയതായിട്ട് മെഷീനിൽ കുറച്ച് ക്ലോത്ത്സൊക്കെ ഇങ്ങനെ ചെറുതായിട്ടുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനറിയാം. ഞാൻ പണ്ട് ചുരിദാർ തയ്ക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, 2-3 ചുരിദാറൊക്കെ തയ്ച്ചിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഒരു ഫിനിഷിങ്ങിൽ തയ്ച്ചെടുക്കാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ തയ്ച്ചെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്താണെങ്കിൽ ശ്രദ്ധിച്ചാലാണല്ലോ അതും ഇമ്പ്രൂവ്ഡ് ആക്കാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ ഒരിക്കലും സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്കതൊക്കെ കുറച്ചും കൂടെ ബെറ്ററാക്കി കൊണ്ടുവരണമെന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്. വളരെയധികം ഇഷ്ടപ്പെട്ട് ഞാനതൊക്കെ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പണ്ട് അത്ര ഇഷ്ടപ്പെട്ടല്ല ചെയ്തിട്ടുള്ളത്, എന്നാൽ ഇപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതും എന്നാൽ ഈ പറഞ്ഞ കണക്ക് നല്ലൊരു ബെറ്റർ രീതിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഞാനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള വിശേഷങ്ങളൊക്കെ എനിക്ക് കമൻസ് ആയിട്ട് ഇടണേ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.